Aliens. ഏതെടുക്കും? അതെ, തക്കുടുമ്പോ സ്കൂളില് സ്പോർട്സിൽ ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതൊക്കെ? ചെസ്സും ക്യാരംസും. ചെസ് ക്യാരംസ്. ആരെങ്കിലും ഈ ചെസ് കളിക്കകത്ത് പങ്കുചേരും? ഇതേപോലെ തല്ലിപ്പൊളി കളി വേറെ ഒന്നും. എന്തോന്ന് നല്ല കളിയാ. ആര് പറഞ്ഞു നല്ല കളിയാണ്? കുറെ കോളം വരച്ച ഒരു ബോർഡ് ഇങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അതിനകത്ത് രാജാവ്, മന്ത്രി, കൊട്ടാരം, ആന, കുതിര എല്ലാം നിരത്തി വെച്ചിട്ട് ഇതിലേതിനെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അടിമകളാക്കുന്ന കളിയാ. ഞങ്ങളെ പോലെ ബുദ്ധിയുള്ളവരൊന്നും ഈ ചെസ് കളിക്കത്തില്ല. എന്നിട്ടേ ഈ ചെസ് കളിച്ചിട്ട് എല്ലാരും ബുദ്ധിമാനാവുന്നുണ്ടല്ലോ. അങ്ങനെ ബുദ്ധിമാന്മാരാകുന്നു? ഇവിടെ ചെസ് കളിക്കുന്നത് ലോക മടിയന്മാരെ ചെസ് കളിക്കത്തുള്ളൂ. ഈ ചെസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അനങ്ങും, കണ്ണു അനങ്ങും, ഈ കയ്യും അനങ്ങും. ഇങ്ങനെ നോക്കിയിരിക്കും. മടിയന്മാർക്ക് പറ്റിയ കളിയായി ചെസ് എന്ന് പറയുന്നത്. കളിക്കും. ആ കളി. റോസ്മേരി പറ. എൻ്റെ ഇല്ലാത്തോണ്ട് എടി, ഉള്ളപ്പോ നീ ചോദിക്കാതെ ഞാൻ ഇട്ട് തരുന്നതാണ്. എൻ്റെ ഇല്ല പൈസ. ആര് പറഞ്ഞു പണിയുണ്ടെന്ന്? ആങ്കിൽ പിന്നെ തങ്കച്ചേട്ടത്തി എടുത്ത് പോയി. എടി പെണ്ണ 2-3 ദിവസമായിട്ട് പണിയൊന്നും വരുന്നില്ല. വർക്ക്ഷോപ്പിൽ പോയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പെട്ടെന്ന് പൈസക്ക് ആവശ്യമുണ്ടോ? ഇവിടെ നോട്ടടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ തര ഇല്ല, ഉള്ളപ്പോ ഇട്ട് തരും. കഴിഞ്ഞ ആഴ്ച ഇട്ട് തന്നതാണല്ലോ. അന്നേരം നീ സ്കൂൾ ഫീസ് എല്ലാം കൊടുത്തതല്ലേ പറഞ്ഞ? ആഴ്ച ഫീസോ? ഞാൻ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ എന്റെ പണി നോക്കിപ്പോ. ഒരു ഞാൻ ഒത്തിരിക്കുന്ന വല്ല വിളിച്ചപ്പോ പിന്നെ നീ ട്യൂഷന് പോയില്ലേടാ? ട്യൂഷന് പോയില്ലേ നീ? റൊണാൾഡോ എവിടെ? അങ്കരാടി. അടി ആരുമായിട്ട്? റൊണാൾഡോ അവന് റോസ്മേരി വന്നാ? വന്നില്ല. ഫോണില് വന്നിരുന്നെങ്കിൽ ഇപ്പൊ മൊട്ട അടിയായിരുന്നു. എന്നും ഇത് തന്നെയല്ലേ ഇവനെ. എന്നിനി നന്നാവും. എന്തോന്നടായി? എന്തോന്ന് പ്രശ്നം? ഇവിടുത്തെ പ്രശ്നം തന്നെ അല്ലാണ്ട് ഇവിടെ എന്താ പ്രശ്നം? അങ്ങചേട്ടത്തെയും മച്ചമ്മായിട്ടുള്ള സാമ്പത്തിക പ്രശ്നം. അതുകൊണ്ട് അതിനിപ്പോ അവിടെ അവക്കിപ്പോ നിന്ന് ഇപ്പൊ 2000 രൂപ ഞാൻ എവിടെ പോയി പണിയില്ല, ഞാൻ എവിടുന്ന് അയച്ചു കൊടുക്കുമെന്ന് പറ. കടം മേടിക്കാൻ പറ്റും? ആരെങ്കിലും തരുമോ പണിയില്ലായിരിക്കുന്നവർ? പിന്നെ അത് നീ ആ പ്രശ്നവും ഈ പ്രശ്നമായിട്ട് കൂട്ടി കുഴക്കണ്ട. ഇവിടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരണമെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ തരണം ചെയ്യും കേട്ടോ. റോസ്മേരിക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചിലവിനുള്ള പൈസ കൊടുക്കണം. പിന്നെ നീ എന്തിനാണ് വർഷാപ്പ് എന്ന് പറഞ്ഞ് തുറന്നിട്ടിരിക്കുന്നത്? വർഷാപ്പ് പണിയില്ല മച്ചമ്മ കണ്ടോണ്ടിരിക്കുന്നില്ലേ? എടാ പണി ഇല്ലാന്ന് പറഞ്ഞല്ലേ, പണിയേന്ന് പറഞ്ഞ് ഇങ്ങോട്ടാരും വരൂല. വർഷാപ്പ് തുറന്നിരുന്നാൽ അവിടെ പോയി ഇരിക്കണം. അവിടെ പോയി ഇരുന്നാലേ ആൾക്കാർ വണ്ടി പണിക്ക് അവിടെ കൊണ്ടുവരൂ. പിന്നെ നിന്നെ പോലെ അല്ലടാ ആ കണ്ണൻ വർഷാപ്പ് തുടങ്ങിയത്. അവൻ ആ തിരുമല തുടങ്ങിയിട്ട് ഇപ്പൊ പേട് ഒരെണ്ണം കൂടി തുടങ്ങി. അവൻ മുക്കിന് വർഷാപ്പ് തുടങ്ങിയോണ്ടാ എനിക്ക് പണിയില്ലാതായ. അവൻ റേറ്റ് കുറച്ചാ ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങളത് അസോസിയേഷന് പറയാതിരിക്കും. നീ എന്തെങ്കിലുമൊക്കെ മുടന്ന ന്യായം പറയല്ലേ. അവൻ കൃത്യമായിട്ടിരുന്ന് പണി ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൻ ആ മാന്യമായ കൂലി വാങ്ങിക്കും. നീ എങ്ങനെ? നീ ആദ്യമേ ഉള്ള പൈസ വാങ്ങിക്കും, പണി ചെയ്ത് കൊടുക്കുകയില്ല. ആ പാടെ അറിയാന്നുള്ളത് ഫോണ് ശരിയാക്കാൻ അറിയാം. 5 മണിയൊക്കെ എനിക്കറിയാവുന്നു. പിന്നെ ഡേയ്, ഇനി നിനക്ക് വർക്ക്ഷോപ്പ് പണി വയ്യ, അത് മടുത്തെങ്കിൽ പറ. നിനക്ക് ഞാൻ ആ കല്ലിങ്കൽ ആ 2 വീലറിന്റെ ഷോറൂം ഉണ്ടല്ലോ, അവിടെ ഒരു ജോലി ശരിയാക്കി തരാം. മച്ചമ്പി അവിടെ മാസ ശമ്പളം ഇല്ലയോ മച്ചമ്പി? എടാ ദിവസം ശമ്പളം ഇല്ലാതിരിക്കണേന്നല്ലേ മാസം എന്തെങ്കിലും ശമ്പളം കിട്ടുന്നത്? അവന്മാർ മാസം എന്തെങ്കിലും നക്കാപ്പിച്ച് തന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിന്റെ ഇരട്ടി ഞാൻ പണി കണ്ട് ഇവിടെ ഉണ്ടാക്കുമല്ലോ. ഇത് തന്നെ എല്ലാ മടിയന്മാരും പറയണത്. എനിക്ക് സ്വന്തമായിട്ട് തന്നെ സ്വതന്ത്രമായിട്ട് വിട്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മാസം അങ്ങ് കോടികൾ വലത്തി കളയുന്നു. നീ ഇപ്പൊ സ്വതന്ത്രമായിട്ടല്ലേ ഇവിടെ ഇരിക്കണം. എന്നിട്ട് എന്താണ് ഉണ്ടാക്കണത് ഇവിടെ? എന്റെ കുറിഞ്ഞും പൂക്കും. എന്താ? എന്റെ കുറിഞ്ഞും പൂക്കും. ചുമ്മാ അങ്ങ് പൂക്കൂല. ഒന്നുമില്ല, അതെന്റെ ഇല്ല ഉള്ള തന്നെ പറഞ്ഞു. എനിക്ക് പൈസ കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരട്ടാ. നമ്മുടെ ഇവിടുന്ന് നേരെ എടപ്പഴിഞ്ഞിന്ന് വലത്തോട് തിരിയുമ്പോൾ അവിടെ ആ മേളത്തെ നിലയിൽ, ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങിൻ്റെ മേളത്തെ നിലയിൽ ഒരു പുതിയ ബാങ്ക് വന്നിട്ടുണ്ട്. മെല്ലെ അവിടെ പോയി കുത്തി തുറന്ന് അത് എടുക്ക്. ഇനി അതല്ലെങ്കിൽ അങ്ങോട്ടുള്ള റോഡിൽ അവിടെ 2 ATM ഉണ്ട്. അതെങ്കിൽ അതെങ്കിലും കുത്തി തുറക്കുക. പൈസ അതിനകത്തുണ്ടല്ലോ, എളുപ്പമാണ്. അങ്ങനെ അത് മച്ചമ്മ അങ്ങോട്ട് പോകുമ്പോഴേ ആ വഴിക്കുള്ള CCTV എത്ര ഉണ്ടോ അതിൻ്റെ എണ്ണം പറ. ആക്കിയായിട്ടു
ഒരൊറ്റ ഇടിച്ചെന്നോണ്ടല്ല. മക്കള് പോയി റെഡിയാവും. പോ, ഡ്രസ്സ് ചെയ്യും. പോ. ഞാൻ കൊച്ചു നിൽക്കണം. എന്തെങ്കിലുണ്ടല്ലോ നിറ്റ എന്തെങ്കിലും പറഞ്ഞ അതിൽ കാര്യം ഏത് തമാശ ഏത് ഒന്നും തിരിച്ചറിയരുത് കേട്ടാ. ചുമ്മാ ഇങ്ങനെ വേണ്ട തിന്നോണ്ടങ്ങ് നടക്കടാ. എന്നെ പറഞ്ഞാൽ മതി. കുഞ്ഞമ്മച്ചി കുഞ്ഞമ്മച്ചി അതന്നെ എന്നെ പറഞ്ഞാൽ മതി. അമ്മച്ചി എന്നെ ഇങ്ങോട്ട് വിട്ടത് രണ്ട് മച്ചമ്മയുടെ സ്വഭാവ സവിശേഷതകൾ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ലോ. ഞാൻ അവിടെ വന്നപ്പോൾ നിങ്ങൾ ഒരു ജോലിയും ചെയ്യുന്നില്ല, അത് കണ്ട് ഞാൻ മൂലകം മടിയനായി. അത് പറഞ്ഞാൽ ഇത് ഇനി നമ്മുടെ മണ്ടയ്ക്ക് വെച്ചോ കേട്ടാ. ഈ ഒരു കാര്യം ചെയ്യാം, അവനെ ട്യൂഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതുവഴി കൊടുക്കാൻ അവളെ പൊയ്ക്കോ. തമാശ പറഞ്ഞപ്പോഴത്തെ കാര്യമായിട്ട് എടുത്തോ. ഞാൻ പോകുന്നില്ല, ഇവിടെ ഉണ്ട്. നീ എന്റെ പോകണ്ടിട്ടേ പോവുള്ളൂ, എനിക്കറിയാം. അച്ചമ്പി എന്തേ എന്തൊരു വർത്താനോ അച്ചമ്പി പറഞ്ഞ്? അങ്ങനെ മച്ചമ്മയുടെ പോകാണ്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? തങ്കച്ചേട്ടത്തെ പിള്ളേരെ നോക്കാൻ ആരും വേണ്ടേ? ഞാൻ റോസ്മേരി പിള്ളേരെ കൊണ്ട് ഇവിടെ എടുത്ത് ഞാൻ ഇവിടെ തന്നെ. അയ്യോ, എന്തെങ്കിലും ഒന്ന് വായിന്ന് വീണ അതിൽ കയറി അങ്ങ് പിടിച്ചോളണം. പിന്നെ നീ ആദ്യം നിന്റെ ഭാര്യ മക്കളെ നോക്ക്. ഇവിടെ അവൾ എങ്ങനെയും ജീവിച്ചോളൂ കേട്ടാ. എന്റെ പുക കാണാനായിട്ട് നിൽക്കുന്നത് ആ കൊച്ചിനെ കൊണ്ട് ട്യൂഷൻ ആക്കും അങ്ങോട്ട്, സമയം കളയാതെ. തക്കടുവേ ബാ. ലിപ്പണ്ണേ എന്തോ ഇവിടെ ഇതെവിടെ പോയി? തക്കടുവിനെ ട്യൂഷൻ ഇവിടെ. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് വന്നില്ലേ? സാധാരണ അങ്ങനെയാണല്ലോ പതിവ്. പണി വല്ലതും കിട്ടിയ? നല്ലൊരു പണി കിട്ടി. എവിടെ? റോസ്മേരി ഫ്രം കൊടങ്ങാവള, ബഡ്ജറ്റ് ₹2000. എന്നിട്ട് ഒപ്പിച്ച പൈസ? ഇല്ല, ലിപ്പണ്ണേന്ന് മേടിച്ചാണ് അയച്ചു കൊടുക്കാൻ. എന്താന്നേ? കടവായിട്ട് മതി, 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു. ഇല്ല, കടവായിട്ടും ഇല്ല, ഒന്നുമില്ല. ഒറ്റ പൈസ ഇല്ല കയ്യില്. അങ്ങനെ പറയല്ലേ ലിപ്പണ്ണേ. എന്തുവാണ് അച്ഛ ചെയ്ത്? പണിയില്ലാത്തോണ്ടല്ലേ? ഇവിടെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരും പണി കൊണ്ട് തരത്തൊന്നുമില്ല. ഇത് എന്ത് രണ്ടുപേരും കൂടെ ഇവിടെ പണിയെടുത്തിട്ട് തുഴയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരാള് വല്ലപ്പോഴും പണിക്ക് പോണത്. അത് പിന്നെ റോസ്മേരിക്ക് ലിപ്പന്റെ കൂടെ ഡാൻസ് അറിയത്തില്ല, എല്ലാവരും ഞാൻ പറഞ്ഞു വിട്ടേനെ. ഡാൻസ് അറിയണ്ട, റോസ്മേരി ചേച്ചിനെ വിടുക വേണ്ട. റൊണാൾഡോ ചേച്ചനെ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ പോയി നിൽക്കാമല്ലോ. അപ്പൊ ആഴ്ച ഉള്ളത് അവർ തരത്തില്ലേ? ഇത് എപ്പോഴെങ്ങാണ്ട് പണി കിട്ടുമെന്ന് പറഞ്ഞ് വേഴാമ്പലിനെ പോലെ ഇങ്ങനെ കാത്തിരിക്കുക. ഉപദേശമാണ്, ഒരു കൊട്ട തന്നിട്ടാണ് ചേട്ടച്ചാരം അങ്ങോട്ട് പോയത്. പൈസ ഉണ്ട്, 2000 രൂപ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരും. പൈസ ഇല്ല, ഉപദേശവും തരാം, നല്ല ഫുഡും തരാം. പിന്നെ നല്ല കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. എലിപ്പെണ്ണ അറിയാലോ അവളുടെ സ്വഭാവം. ഞാൻ പൈസ കൊടുത്തില്ല, അവളുടെ ബന്ധുക്കാരെ എല്ലാം വിളിച്ചറിയിക്കും. അങ്ങനെ ഒന്ന് നാണക്കേട് നമ്മുടെ കുടങ്ങാള കുടുംബത്തിനാ. ഞങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ല. അച്ചാച്ചന് മാത്രമേ ഉള്ളൂ നാണക്കേട്. കാണ്ടിനും ചങ്ങനാദിക്കും പണിക്ക് പോകും. പിന്നെ പെണ്ണുങ്ങൾ എങ്ങനെ വീട്ടിലെ കാര്യം നടത്തും? പിന്നെ വീട്ടുകാരെ നാട്ടുകാരെയൊക്കെ അറിയിക്കട്ടെ. ഭർത്താക്കന്മാരുടെ അവസ്ഥ ഭാര്യമാരോട് മനസ്സിലാക്കണം. എന്ത്? വരുമാനമില്ലാത്ത ഭർത്താക്കന്മാരുടെ അവസ്ഥ ഭാര്യമാരോട് മനസ്സിലാക്കണം. അയ്യോ, വരുമാനം ആരും വീട്ടിൽ നിന്നൊന്നും കൊണ്ട് തരത്തൊന്നുമില്ല. അന്വേഷിച്ചിറങ്ങണം. 1000 എടുക്കാൻ കാണുമായിരിക്കും. ഇല്ല, നല്ലൊരു തൊഴിലറിയാം, എന്നിട്ട് ഇങ്ങനെ നിരന്ന് നടക്കുകയാണ്. നാണം ഇല്ലല്ലോ. ഇറങ്ങുവാണോ? ഞാനൊരു കാര്യം പറയായിരുന്നു. അല്ലെ, എല്ലാ ദിവസവും ഡാൻസിന് പോകുന്നത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. നമ്മൾ 2000 രൂപ ഒന്ന് മറിക്കാൻ ചോദിച്ചപ്പോ പറയാ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞ എന്നെ നടക്കണ ഇറക്കാം, പോലീസ് വച്ചമ്പിക്കാ. നിനക്ക് നാണക്കേടൊന്നുമില്ല. അതിന് നാണക്കേട് എന്റെ കുഞ്ഞിപ്പങ്ങളല്ലേ. ഓ, അത് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധം ഇങ്ങനെ ഇടപെട്ട് കിടക്കണല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. എന്നിട്ട് നടന്നാവല്ലോ. അതിന് പണിക്ക് പോണ്ടേ? പണിക്കൊല്ലും വെക്കോടാ. മച്ചമ്പി പറഞ്ഞ വിശ്വസിക്കുന്നത്. ആരോ നല്ല രീതി കണ്ണടിച്ചിട്ടുണ്ട്, ഒരു തുള്ളി പണി വർക്ക്ഷോപ്പിൽ. ഓ, അത് ശരി, അതാണ് പ്രശ്നം. പിന്നെ അല്ല, മടിയൊന്നും കൊണ്ടല്ല. മടിയൊന്നും വരുന്ന പണി വരുന്നില്ല. അതാ ആദ്യം നമുക്ക് എന്തെങ്കിലും ജോലി ഒരു മനസ്സ് നമുക്ക് ആദ്യം ഉണ്ടാവണം. അതാണല്ലോ ഇല്ലാത്തത്. അതാണ് വേണ്ടത്. എടി, പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ ആൾക്കാര് എന്തൊക്കെ ചെയ്താണ് ജീവിക്കുന്നത് അറിയാമോ? നമ്മൾ ഒന്നും വേണ്ട, പെട്രോൾ പമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ, ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോ ഒക്കെ, പെട്രോൾ പമ്പിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ കാറിന്റെ ഗ്ലാസ് ഒക്കെ തുടച്ചു കൊടുത്ത് അതിന് പൈസ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ എത്ര പേര് അങ്ങനെയൊക്കെ ചെയ്യുന്നു? അതൊക്കെ കുറച്ചില്ലല്ലേ മച്ചമ്പി, ഞാൻ അങ്ങനെയൊക്കെ പോയി. എടാ, ഒരു പണിയെ ജീവിക്കുന്നതിനേക്കാൾ കുറച്ചിലാണ് ഇന്ന് ഇറക്കുന്നേക്കാൾ എത്ര നല്ലതാണത്. മച്ചമ്പി എന്താ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഒരു ബോർഡ് തൂക്കാൻ ഫ്രണ്ട് പോയി റോഡ് പോയില്ലേ, മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ടൂൾ കിറ്റ് കയ്യിൽ ചെന്നാൽ ഈ വണ്ടിയിലൊക്കെ അങ്ങനെ പഞ്ചർന്നൊക്കെ ജംഗ്ഷനിലൊക്കെ എന്ത് പഞ്ചർ ഒട്ടിക്കുന്നവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമ്പാദിക്കാൻ നോക്കണം. കിടില ഐഡിയ. ഇതെന്തുകൊണ്ട് എനിക്കിതുവരെ തോന്നിയില്ല? അതിന് ബുദ്ധി വേണം. അങ്ങനെ 2000 രൂപ തരാനുള്ള ഒരു ബുദ്ധിങ്ങളെ പോകുന്നില്ല. അല്ല, എന്തായാലും പണിയെടുക്കാൻ പോയ നല്ലതാണ്. അല്ല, ഇത് സെറ്റാ. മൊബൈൽ വർക്ക്ഷോപ്പ് ഇട്ടാൻ ഒരു ബോർഡ്, കയ്യിൽ ടൂൾ കിറ്റ്, നിൽക്കുക, കുറച്ചുകൂടെ അങ്ങോട്ട് മാറി നിൽക്കുക,
എപ്പോഴെങ്കിലും ഒന്ന് വിടും. വൈകുന്നേരത്തിന് ഒരു 3 വണ്ടി കിട്ടിയാൽ പോരടി, ഈസി ആയിട്ട് കിട്ടും. ആദ്യം ഇവിടെ നിൽക്ക്, ഇല്ലെങ്കിൽ ഇടപ്പോയി ജംഗ്ഷനിൽ പോയി നിൽക്കും. നല്ല ഐഡിയ. തരാന്ന് വിചാരിച്ചായിരുന്നു 2000 രൂപ. ഇനി എന്നെ കളിയാക്കിയതുകൊണ്ട് തരത്തില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാലും എനിക്കത് തരും. വെറുതെ പറഞ്ഞു. എന്തായാലും ഈ പറഞ്ഞ ഐഡിയ ഒന്ന് നോക്കട്ടെ. എന്ത് പരിപാടി? പാർട്ടി ഓഫീസിൽ ഇങ്ങോട്ട് മാറ്റിയ ജാഥയൊക്കെ നടത്തുന്ന റോഡിൽ നിന്ന്. പിന്നെ എഴുതിയേക്കുന്ന എന്താന്ന് വായിച്ചു നോക്കടാ. ഇരുചക്ര വാഹനങ്ങൾ റിപ്പയർ ചെയ്ത് റിപ്പയറല്ല, റിപ്പയർ. എന്നാ ആദ്യം നിങ്ങൾ മലയാളം നേരെ എഴുത്. റിപ്പയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് വായിക്കുമ്പോ ഞാൻ എന്റെ ഉദ്ദേശം മനസ്സിലാവുമല്ലോ. എങ്ങനെ മനസ്സിലാവും? നിങ്ങളെ മെക്കാനിക്കാണെന്ന് ആൾക്കാർക്ക് ഇത് വായിക്കും മനസ്സിലാവും. അത് കിട്ടുമ്പോ മനസ്സിലാവും. ഞാൻ അത് അതിനുള്ള പണി ഞാൻ ചെയ്യും. ഇപ്പൊ എന്ത് പറ്റി ഇങ്ങനെ ഒരു തോന്നൽ വരെ? അത് പണിയില്ലടാ. എങ്ങനെ വരും? 10 വണ്ടി പറഞ്ഞതിൽ 9 എണ്ണം പറഞ്ഞു വിടും. ഒരെണ്ണം വാ എന്ന് പറഞ്ഞിട്ട് അതും വല്ല പഞ്ചർ ഒട്ടിക്കാനോ വല്ലായിരിക്കും. പാടാണ്. ഉപദേശം എടുത്തിട്ടാ ഞാൻ ഈ പണിക്ക് ഇറങ്ങി. എന്നെ ഇനി ആക്കാൻ നിൽക്കരുത്. ഞാൻ ഉപദേശിച്ചല്ലോ. ഞാൻ ഒരു നടക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലേ, ഞാൻ ഉപദേശിച്ചാണ്. നടന്നാ ഇനി വർക്ക് പിടിക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ല മൊത്തം ഞാൻ ഇനി മൊബൈൽ വർക്ക്ഷോപ്പ് ആയിട്ട് പോകും. അപ്പൊ മൊത്തം നടക്കാൻ തന്നെ വരും. നടക്കും. ഇത് നന്നായാ? വരുമാനം വേണ്ടേ? റോസ്മേരി പൈസ കിടന്ന് വേണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്ന ആൾക്കാരും ശ്രദ്ധിക്കൂല. കുറച്ച് റീച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റ ഉണ്ടോ? ഉണ്ട്. അക്കൗണ്ട് ഉണ്ടോ? പിന്നെ തടിയുണ്ടോ? റീല് മാത്രം കണ്ടാ പോരെ. ഇടയ്ക്ക് ഇതിന്റെ ലോക്കം തോന്നും. അത് 35-60. 35-60. അതൊന്നും വേണ്ടെന്ന്, അതൊക്കെ താഴ്ത്തി പോയി. ഇത് മാത്രം മതി. ഈ കണ്ണുരുട്ടാതാണ്. നിങ്ങളൊന്ന് ചെറുതായിട്ട് നിങ്ങളെ കണ്ട് പണി ചെയ്യാൻ ആള് വരണം. അപ്പോഴത്ര നീറ്റായിരുന്നില്ല. ഒരു മാന്യനായ വ്യക്തിയെ പോലെ തോന്നണം. അത് കണ്ടാൽ തോന്നൂല, ഫോട്ടോയിലെങ്കിലും തോന്നട്ടെ. ഒന്നും ഉണ്ടാകും. പാവം നിഷ്കളങ്ങനെ പോലെ. അണ്ണാ ഇനിയേ നമുക്ക് ഒരു വീഡിയോ എടുക്കാം. എടുത്തോ. നിങ്ങൾ പറഞ്ഞ ഏതേ വണ്ടിയെ കൈകാണ്ട് ഞാൻ പതുക്കെ വീഡിയോ എടുക്കാം. ഒരു വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. ഒന്ന് വരാമോ വീട് വരെ? അതെ, ബൈക്ക്. ഇവിടെ അടുത്താണോ? ഇത്തിരി അടുത്താണ്. ഇവിടെ അടുത്താണ്. പണി കിട്ടിയല്ലേ? ഇതാ ഞാൻ എടുത്തെടുത്തെടുത്ത്. അല്ല, നമ്മള് എങ്ങനെ പോകും? നീ ഇറങ്ങിയിട്ട് ഒരു ആട്ടോ പിടി. എന്റെ വണ്ടിയുടെ ബാക്ക് കൂടെ വാ. നീ വരുന്നോ? ഞാൻ എനിക്ക് വേറെ ആവശ്യമുണ്ട്. ശരി എന്നാ പോണേ. നമുക്ക് കണ്ട ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ വിളിച്ചു വാ. നീ വാങ്ങി നമുക്ക് ഞങ്ങൾ ഇതിന്റെ പുറകെ വരാം. പാട്ട പോലെ നീ ട്യൂഷൻ കഴിഞ്ഞ് അങ്ങനെ വന്നു? മാമി വിളിച്ചോണ്ട് വന്ന്. എവിടെ മാമി? മാമി ഇത് എവിടെയായിരുന്നു? ഞാൻ ആ റോഡിലൊക്കെ വന്ന് നോക്കിയല്ല. ഞാൻ പണി തേടി അങ്ങനെ പണിഞ്ഞോണ്ട് ഞങ്ങൾ തിരുമല അങ്ങ് പേയാട് ആ റൂട്ടിലൊക്കെ പോയി. ആണോ? കൊറേ വണ്ടി കിട്ടിയാ? പിന്നെ മച്ചമ്മയുടെ ഐഡിയ സൂപ്പർ. ഓ, ഏട്ടൻ വിളിച്ച്. എന്താ ചേച്ചി ഫോൺ ചാർജ് ചെയ്ത് വെക്കാഞ്ഞത്? ഇത് ചാർജ് നിക്കത്തില്ലെന്ന്. റോഡിൽ ഇറങ്ങി 2 ഫോട്ടോ എടുത്തപ്പോഴേ ആള് ആദ്യം പോയി. പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് എല്ലാം പറഞ്ഞ്. എന്തുപറ്റി? എന്തിനാന്ന് അറിയത്തില്ല. മിക്കവാറും വല്ല വണ്ടി അവിടെ പറഞ്ഞ ഏർപ്പാടാക്കി ആയിരിക്കും. കൊറേ സമയം വിളിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ചു പോ. ഞാൻ പകയുടെ അതാ ഞാൻ അവിടേക്ക് വന്ന് നോക്കിയത്. ശരി. ചായ വല്ലതും വേണ്ടായിരുന്നാ? ഇത് വായിച്ചു നോക്കിയാ നീ? എനിക്കറിഞ്ഞൂടാ. എടാ, നിന്നെ ഞാൻ വെറുതെയാണ് പഠിപ്പിക്കുന്നത്. ദേ വാ, പറഞ്ഞുതരാം എന്തോന്ന്. പാലെടുത്ത് വെച്ചേക്കണം നിനക്ക്. വാ, അതോടെ ഇട്ടിട്ട് വാ. വേണ ഇത്? അതെ, പാൽ കുടിച്ചിട്ട് വന്നിട്ട് തിരിച്ച് വായിച്ച് കേൾപ്പിക്കണം എന്നെ. മാമി എന്തോ? മാമിന്റെ അടുത്ത് പറഞ്ഞൊരു വാഷിംഗ് മെഷീൻ മേടിക്കാൻ പറയാത്തെന്താ? ആരോട്? മാമിന്റെ അടുത്ത്. ഇപ്പൊ തന്നെ വാങ്ങിച്ചേരും. മാമൻ പറയുന്നതേ ഈ വീട്ടിലെ വാഷിംഗ് മെഷീൻ മാമിയാണെന്നാ. കുഞ്ഞില്ലേ, ഡാഡിയോട് പറഞ്ഞിട്ട് അവിടെ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കും. അപ്പൊ മാമിക്ക് അവിടെ കൊണ്ടുവന്നിട്ട് അലക്കാലോ. അല്ല, ഞാൻ എപ്പോഴും ഡാഡിയുടെ അടുത്ത് പറയും ഒരു ടിവിയും വാഷിംഗ് മെഷീനും വാങ്ങിച്ചു തരാൻ. അപ്പൊ ഡാഡി എന്ത് പറഞ്ഞു? ഡാഡി പറയുവാ ടിവി മേടിച്ചാൽ ഞാൻ പഠിക്കത്തില്ലാന്ന്, വാഷിംഗ് മെഷീൻ മേടിച്ചാലേ അമ്മ ജോലി ചെയ്യത്തില്ല. അത് കറക്റ്റാ. അവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാൽ നിന്റെ അമ്മ ഇപ്പൊ തന്നെ പഠിച്ചാ, ഒന്നും കൂടെ പഠിച്ചാവും. പിന്നെ ടി വി വാങ്ങിച്ചാൽ നീ ഒട്ടും പഠിക്കത്തുമില്ല. ഇനി നീ ഒന്ന് വലുതായിട്ട് വേണം മാമിക്കൊരു വാഷിംഗ് മെഷീൻ, നിന്റെ അമ്മയ്ക്കൊരു വാഷിംഗ് മെഷീൻ, ഇവിടെ ടി വി, അവിടെ ടി വി, പിന്നെ എനിക്ക് കുറേ സാധനങ്ങളുണ്ട്. ലിസ്റ്റ് ഞാൻ തരാം. അതെല്ലാം എനിക്ക് വാങ്ങിച്ചു തരണം നീ വലുതായിട്ട്. അതിന് ഞാൻ ഇവിടെ വേണ്ടേ?
നീ എവിടെ പോണു? ഞാൻ പഠിക്കാൻ പോണ് എവിടെ? കാനഡയ്ക്ക്. എവിടെ? കാനഡ. കാനഡയിലൊക്കെ പോയിക്കോ. പക്ഷെ മാസം മാസം പൈസ അയച്ചു തരണം മാമിക്ക്. അതെന്തിന്? ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ. പഠിക്കാൻ വേണ്ട, ജോലിക്കല്ലേ പോണത്? അല്ല, പിന്നെ പഠിക്കാൻ. ആ പഠിക്കുന്നതിന്റെ കൂടെ ജോലി എടുക്കാം. അപ്പൊ പൈസ കിട്ടും. അയച്ചു തരണം അപ്പൊ മാമിക്ക്. ഓ, അയച്ചു തരാം. അതൊന്നും നിനക്കൊരു താല്പര്യമില്ലാത്ത പോലെ ഓ അയച്ചു തരാന്ന്. അയച്ചു തരാം. മാമിയല്ല കുഞ്ഞിനെ പഠിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോ നോക്കേണ്ട ഒരു ആകെ ഉള്ളൊരു അന്തരിയായത് അല്ലേ? ആ ബാ നിങ്ങളുടെ അടി എന്തോ വരുക. ഇതല്ല എവിടെ ബാ. ഇത് എവിടെയാണ്? എന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അയ്യോ ഫോൺ ഞാൻ ചാർജ് ചെയ്യാനിട്ടിരിക്കുക. വിളിച്ചായിരുന്ന കേട്ടില്ല. പിന്നെ വിളിക്കാതെ ഞാൻ എത്ര പ്രാവശ്യം ട്രൈ ചെയ്ത്. ആണോ? അതെ, അവനെവിടെ? ആരാ? റൊണാൾഡ്. എന്റെ പൊന്നോ, പണിയും കഴിഞ്ഞ് കുറച്ച് നേരത്തെ വന്നത്. ഏട്ടനാണെങ്കിൽ വിളിയോട് വിളി സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാനിപ്പോ അങ്ങോട്ട് വിട്ട്. അവനോട് ആര് പറഞ്ഞു ഈ കുന്ത്രണ്ടാവ് എടുത്തോണ്ട് റോഡിൽ പോയി നിൽക്കാൻ? എന്നോട് വന്ന് 2000 രൂപ ചോദിച്ചു. അപ്പൊ ഏട്ടൻ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിനക്ക് ഇങ്ങനെ ഇറക്കാൻ ആണവില്ലേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏട്ടനാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ഇതും പിടിച്ചോണ്ട് നിന്ന് കഴിഞ്ഞാൽ കുറെ വണ്ടിയും പണി കിട്ടുമെന്ന്. അതുകൊണ്ട് എന്താ നല്ല പണി കിട്ടിയില്ല. എന്തോരം പൈസ. നല്ല പണി കിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഗോതമുട്ട അകത്ത് കിടക്കാം. എന്ത് എടീ, ഇവൻ പണിയെന്ന് പറഞ്ഞിട്ട് ചെന്നതല്ലോ, 2 കള്ളന്മാരെ വിളിച്ചോണ്ട് പോയി ഒരു വീട്ടില് ബൈക്ക് കുത്തി തുറന്ന് അത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോയി. അവർ CC ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അയാൾ പരാതിപ്പെട്ടിട്ടുണ്ട്, അതിന്റെ ഓണർ. ദൈവമേ, അങ്ങനെയാണ്. ഈ കയ്യിൽ എന്തോരം പൈസ ഇരിപ്പുണ്ടായിരുന്നു. ആ, മിക്കവാറും കുറെ മോഷണ കേസ് അവന്റെ മണ്ടയ്ക്കാവും. അയ്യോ, പാട്ടും പാടിയേ പോയത് സ്റ്റേഷനിൽ എന്തോ പണിയാന്ന് പറഞ്ഞിട്ട്. ആ, പോലീസുകാർക്കൊന്ന് പണിയാവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഇറക്കിക്കൊണ്ട് വരണേ. ഇറക്കിയല്ലേ പറ്റൂ. ഈ അച്ചാച്ചന്റെ ഒരു കാര്യം, നല്ലൊരു കാര്യം പറഞ്ഞു വിട്ടാലും. ശരി. പോയിക്കോ. എന്താ ചേട്ടാ? എന്താവേ ആ വീട്ടുകാരുടെ കയ്യും കാലും പിടിച്ചേ. ഞാൻ പറഞ്ഞ് ഇവന് അങ്ങനെയുള്ള ഒരാളല്ല. ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈൽ വർക്ക്ഷോപ്പ് നടത്താനുള്ള ശ്രമമായിരുന്നു. അതിനിടെ ഞാൻ വന്നവരവനെ ഉടായ്പപ്പെടുത്തിയെന്ന് പറഞ്ഞു. പക്ഷെ കേസുണ്ട്. കേസുണ്ടോ? പിന്നെ നീ വണ്ടിയും കിട്ടണം, അവന്മാരും കിട്ടണം, എന്നാലേ വെറുതെ വിടുള്ളൂ. അല്ല CCTV മറ്റേ എന്റെ മൊബൈലിലെ വീഡിയോ വെച്ചമാര്. പിന്നെ നിന്റെ വീഡിയോ ഇതൊക്കെ വെച്ചാ അതെല്ലാം വെച്ചിട്ട് അവന്മാർ ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. അവന്മാർ മുങ്ങിക്കാണും വേറെ ഏതെങ്കിലും രാജ്യത്ത്. അച്ചാച്ചന് ആളുകളെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദൈവമേ, വണ്ടി പണി ലോക്ക് പൊട്ടിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയുന്നില്ല. റൊണാൾഡോ ബാക്കിയൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ എനിക്ക് കേട്ടാ. അച്ഛൻ റോഡിൽ പലരും വരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തെ ഓർത്ത് നീ ആ കൊടുങ്ങാവിളപ്പോ അവിടെ പോയിട്ട് നീ എന്ത് പേക്കൂത്ത് വേണേലും കാണിച്ചോ. ബാക്കിയുള്ള സ്വസ്ഥത കെടുത്തല്ലേ. ഇല്ലാതെ തന്നെ മനുഷ്യന് 100 പ്രശ്നമുണ്ട്. മൊബൈൽ വർക്ക്ഷോപ്പ് അവന്റെ എന്ത് പേക്കൂത്തും കാണിക്കാനൊന്നും പറ്റുന്നില്ല. എന്റെ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഉടായി പഠിച്ചാൽ ഞാൻ അകത്ത് പോകും. എന്റെ അനുവാദമില്ലാതെ ഏരി വിട്ട് പോരും. നോക്കാന്നാ അല്ല നിക്ക. ആ, ഭർത്താവിനാണ് അവനൊക്കെ കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും ദോഷമുണ്ട്. കേസൊന്നുമില്ല. ഇല്ലേ? കേസൊന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞു. സർക്കിൾ പിടിച്ച് നന്നായിട്ടൊന്ന് വരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല, മനസ്സിലായല്ലേ? പക്ഷെ അറിയണ്ട, ചെറിയ പേടി ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം പറയണേ, നീ ഉപദേശം ആയിക്കോ. പക്ഷെ ഇല അറിഞ്ഞ് സദ്യ വിളമ്പണം എന്ന് പറയല്ലേ. ഇവനെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പൊല്ലാപ്പ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ഇവന്റെയൊക്കെ കൂടപ്പറപ്പാണ്. അതിന് എവിടെ പോയാലും പൊല്ലാപ്പായിട്ട് തന്നെ അവൻ്റെ അവിടെ ഉണ്ടാവും. നിന്റെ അനിയല്ലേടാ, അപ്പൊ അതുണ്ടാവും. ജാതിയുള്ള തൂത്താ പോവും. ഒന്നേ ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്ത് കേട്ടാ. അത്ര പിടിച്ചില്ല.